അംഗീകാരമില്ലാത്ത സ്കൂളുകൾ അടുത്ത വർഷത്തോടെ അവസാനിപ്പിക്കുമെന്ന് മന്ത്രി പി.കെ. അബ്ദുറബ്ബ്. ഈ വർഷം ഡിസംബർ മാസത്തോടെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് മന്ത്രി പി.കെ. അബ്ദുറബ്ബ് പറയുന്നത്. സംസ്ഥാനത്ത് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ അടുത്ത അധ്യയന വർഷം മുതൽ അടച്ചുപൂട്ടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞു. അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന 600ഓളം സ്കൂളുകളാണ് കേരളത്തിൽ ഉള്ളതെന്നും നിബന്ധനകൾക്ക് വിധേയമായി അംഗീകാരം നേടിയെടുക്കുന്നതിന് സ്കൂളുകൾക്ക് ഡിസംബർ വരെ സമയം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നെയ്യാറ്റിൻകര വിശ്വഭാരതി പബ്ലിക് സ്കൂളിൽ നിന്നും 10ാം തരത്തിലും +2 തരത്തിലും എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കാൻ നീക്കം പുരോഗമിക്കുന്നതായി അധ്യക്ഷത വഹിച്ച ആർ സെൽവരാജ് MLA പറഞ്ഞു. നഗരസഭാ ചെയർമാൻ SS ജയകുമാർ, വിശ്വഭാരതി ചെയർമാൻ വി വേലപ്പൻ നായർ, കെ ആൻസലൻ, ജഗന്നാഥൻ, സീനിയർ പ്രിൻസിപ്പാൾ ജയധരൻ നായർ, പ്രിൻസിപ്പാൾ KV രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളുകളുടെ അംഗീകാരത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും മന്ത്രി ഇതേ ഉത്തരമാണ് ആവർത്തിച്ചത്. സർക്കാർ തീരുമാനം എടുക്കേണ്ടി വരും. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ച് അംഗീകാരമില്ലാത്ത എല്ലാ സ്കൂളും, അംഗീകാരമില്ലാത്ത ഒരു സ്കൂളും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നല്ല സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ വേണ്ടി ഉള്ള GO ഇറക്കിയിട്ടുണ്ട്. അതിനൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഡിസംബറോടുകൂടി അംഗീകാരം ലഭിക്കാവുന്ന സ്കൂളുകൾക്ക് അംഗീകാരം ലഭിക്കും. അല്ലാത്തതൊക്കെ അടുത്ത അധ്യയന വർഷം പ്രവർത്തിക്കണം. മന്ത്രിസഭാ തീരുമാനമാണല്ലോ GO ആയിട്ട് വരുന്നത്. അല്ല, ഇപ്പോൾ 600 സ്കൂളുകളോ ഉണ്ടെന്നാണ് ഏകദേശം കണക്ക്. അതിലെ അവരുടെ അപേക്ഷ ക്ഷണിക്കുന്ന മുറക്ക് നേരത്തെ CBSEക്ക് ചെയ്തതുപോലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്കൂളുകൾക്കെല്ലാം തന്നെ അംഗീകാരം കൊടുക്കും. അതല്ലാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും.